200 കോടി ക്ലബ്ബ് കീഴടക്കിയ എമ്പുരാനിൽ നിന്ന് 2 മിനിറ്റ് 8 സെക്കൻഡ് ദൈർഘ്യമുള്ള ദൃശ്യങ്ങൾ ഇല്ലാതാവുകയാണ്. സിനിമയ്ക്കെതിരായ RSS എതിർപ്പ് പരിധി കടന്നതോടെയാണ് രംഗങ്ങൾ വെട്ടിച്ചുരുക്കാൻ അണിയറ പ്രവർത്തകർ നിർബന്ധിതരായത്. മതചിഹ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ വാഹനങ്ങൾ കടന്നുപോകുന്ന ദൃശ്യം വെട്ടിനീക്കി. എൻഐയെക്കുറിച്ച് പറയുന്ന ഭാഗം മ്യൂട്ട് ചെയ്തു. പ്രധാന വില്ലൻ കഥാപാത്രത്തിന്റെ പേര് ബജ്രംഗിയിൽ നിന്ന് ബൽദേവിലേക്ക് പുനർനാമകരണം ചെയ്തു. ഗർഭിണിയെ ബലാത്സംഗം ചെയ്യുന്ന ഭാഗവും പുതിയ പതിപ്പിൽ ഉണ്ടാകില്ല. നന്ദിക്കാടിൽ നിന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പേരും ഒഴിവാക്കിയിട്ടുണ്ട്. അതേസമയം റീ എഡിറ്റിംഗ് ആരും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും കച്ചവട നാടകമാണ് നടക്കുന്നത് എന്നുമാണ് സുരേഷ് ഗോപിയുടെ വാദം. വെറും ഡ്രാമയാണ് അവിടെ നടക്കുന്നത്, അത്ര എനിക്ക് പറയാനുള്ളൂ. വെറും ഡ്രാമ, കച്ചവടത്തിന് വേണ്ടിയുള്ള ഡ്രാമ, അത് മാത്രമാണ് നടക്കുന്നത്. ആരും ആവശ്യപ്പെട്ടിട്ടില്ല മുറിക്കാൻ, അവര് തീരുമാനിച്ചതാണ്. എമ്പുരാൻ സിനിമയ്ക്കെതിരായ സംഘപരിവാർ ആക്രമണം പാർലമെന്റിൽ ഉന്നയിച്ച കോൺഗ്രസിനും CPM-നും നിരാശയായിരുന്നു ഫലം. വിഷയം ചർച്ചയ്ക്കെടുക്കാൻ ഇരുസഭകളും തയ്യാറായില്ല. എന്നാൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരായ കടന്നുകയറ്റങ്ങളെ തടയാൻ തന്നെയാണ് CPM ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ തീരുമാനം. RSSന്റെ അംഗീകാരം വേണം ഒരു സിനിമ അവതരിപ്പിക്കാൻ, ഒരു നാടകം അവതരിപ്പിക്കാൻ, ഒരു പാട്ട് അവതരിപ്പിക്കാൻ. RSSന്റെ തിട്ടൂരം വേണം എന്ന തെറ്റായിട്ടുള്ള നിലപാടുകളാണ് ഇവിടെ ഉയർന്നു വന്നിട്ടുള്ളത്. ഇതിനിടെ മോഹൻലാലിന്റെ ലഫ്റ്റനന്റ് കേണൽ പദവി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് അഖില ഭാരതീയ മലയാളി സംഘ് എന്ന സംഘടന കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന് കത്തയച്ചു. തമിഴ്നാട്ടിലെ കർഷക സംരക്ഷണ സംഘടനയും പീപ്പിൾസ് അതോറിറ്റി ഓർഗനൈസേഷനും ചലച്ചിത്രത്തിനെതിരെ പ്രതിഷേധ പ്രകടനം നടത്തി. എമ്പുരാന്റെ പ്രദർശനം തടയണമെന്ന ഇടക്കാല ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല. ഹർജി സമർപ്പിച്ച BJP തൃശൂർ മുൻ ജില്ലാ കമ്മിറ്റി അംഗം VV വിജീഷിനെ കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. ഹർജി നൽകിയതിന് ഇയാളെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് BJP സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതേസമയം ഹർജിയിൽ മറുപടി നൽകാൻ സെൻസർ ബോർഡിനും കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിനും ഹൈക്കോടതി നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.